ന്യൂറോ സർജറിയിൽ വയനാട് ജില്ലയിൽ പുതിയൊരു അധ്യായം കുറിച്ച് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ന്യൂറോ സർജറി വിഭാഗം. ബോധാവസ്ഥയിലുള്ള തലച്ചോറ് ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടാണ് ഇത്തരമൊരു കാൽവെപ്പ് നടത്തിയത്. മാനന്തവാടി തലപ്പുഴ സ്വദേശിയായ 63-കാരനാണ് ബോധം പൂർണ്ണമായി വീണ്ടെടുത്ത ശേഷം തലച്ചോറിൽ ശസ്ത്രക്രിയ നടത്തി മുഴ വിജയകരമായി നീക്കം ചെയ്തത്. കേൾക്കുമ്പോൾ ഭയാനകമായി തോന്നുമെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തലച്ചോറിന് ഏറ്റവും സുരക്ഷിതമായ ശസ്ത്രക്രിയാ രീതികളിൽ ഒന്നാണിത്. തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ നമ്മുടെ സംസാരം, ചലനം, കാഴ്ച, ഓർമ്മശക്തി തുടങ്ങിയ പ്രധാന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ട്യൂമർ പോലുള്ള അസുഖങ്ങൾ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ആയിരിക്കുമ്പോൾ ശസ്ത്രക്രിയയിലൂടെ അവ നീക്കം ചെയ്യുമ്പോൾ തലച്ചോറിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആയതിനാൽ അവേക്ക് ബ്രെയിൻ സർജറിയിൽ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ രോഗി ബോധാവസ്ഥയിലായതുകൊണ്ട് സർജന് രോഗിയുമായി സംവദിക്കുവാൻ കഴിയും. ന്യൂറോ സർജറി വിഭാഗം കൺസൾട്ടന്റുമാരായ ഡോക്ടർ നവീൻ ഹരിദാസ്, ഡോക്ടർ ശ്രീരാജ് കെ, അനസ്തേഷ്യോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ അരവിന്ദ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മെൽവിൻ സിറിയാക് എന്നിവർ മേൽ സർജറിക്ക് നേതൃത്വം നൽകി. തലയ്ക്കും നട്ടെല്ലിനും ഏൽക്കുന്ന എല്ലാത്തരം പരിക്കുകൾക്കും തലച്ചോറിലുണ്ടാകുന്ന മുഴകൾക്കുമുള്ള വിദഗ്ധ ചികിത്സ നൽകുവാൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗത്തിന് സാധിക്കും. പത്രസമ്മേളനത്തിൽ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ന്യൂറോ സർജറി വിഭാഗം സീനിയർ സ്പെഷ്യലിസ്റ്റുമാരായ ഡോക്ടർ ശ്രീരാജ് കെ, ഡോക്ടർ നവീൻ ഹരിദാസ് വി, അനസ്തേഷ്യോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും അഡീഷണൽ മെഡിക്കൽ സൂപ്രണ്ടുമായ ഡോക്ടർ അരുൺ അരവിന്ദ്, അനസ്തേഷ്യോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മെൽവിൻ സിറിയാക്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡോക്ടർ ഷാനവാസ് പള്ളിയാൽ എന്നിവർ പങ്കെടുത്തു.